ഇത് വെടിയുണ്ടേനെ തടഞ്ഞു നിർത്താനോ സ്വർണ്ണമാല എടുത്ത് കൊടുക്കാനോ റോൾസ് റോയ്സ് ഗാഡി ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനമല്ല അത്. ഇത് എങ്ങനെയാണ് ഒരു ആൾ ദൈവം ഉണ്ടാകുന്നത്? ഇത് പണ്ട് ഗുരുക്കന്മാർ ആൾ ദൈവങ്ങളെ പറ്റിയിട്ടൊരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞല്ലേ നല്ലത്, മറ്റുള്ളവരെന്തോ ആവട്ടെ. അല്ലെങ്കിൽ വോൾവോ കൊണ്ടുവന്ന് ഇട്ട് തന്ന് ഗുരുജി ഉപയോഗിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ എന്താണോ സമൂഹത്തോട് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ധ്യാനിക്കുന്നത്. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള വ്യക്തികളുമായിട്ട് സംവദിക്കണം. നമ്മൾ കണ്ടിട്ടുണ്ട് അനേകം ഈ പാസ്റ്റർമാരും അല്ലെങ്കിൽ ആളുകളും മയിൽപ്പീലി കൊണ്ട് തല്ലലും വേറെ എന്തെങ്കിലും കാണിക്കലും കസേരയിൽ നിന്ന് എണിറ്റ് നടക്കലും, ഇതൊന്നും ഇതിൻ്റെ റിസൾട്ട് അല്ല. ഇത് ഇനി വേറൊന്ന് പറയാം. നമുക്ക് ഒരു ഫംഗസിൻ്റെ കഴിവ് പോലും ഇല്ലാത്ത ജീവിയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. കൊറോണ വൈറസിന് നമ്മൾ കേട്ടൂലേ, അത് ഏതോ ഡയമെൻഷനിലുള്ള ജീവിയായിരുന്നു. അത് നമ്മുടെ ഡയമെൻഷനിലേക്ക് വന്നപ്പോഴാണ് നമുക്കിവിടെ കൊറോണ കണ്ടത്. അതിന് നമ്മുടെ പരിമിതിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടാണ് കൊറോണയുടെ രൂപം നമ്മൾ കണ്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ ആ ജീവിയുടെ രൂപം എന്താണെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഒരു ഫംഗസിനുള്ള കഴിവ് പോലും നമുക്കില്ല. ഒരു ഫംഗസ് എത്രമാത്രം പ്ലാൻ ചെയ്ത് എത്രമാത്രം ഐഡിയ ഉപയോഗിച്ച് അത് ഓരോ ജീവജാലങ്ങളിൽ കയറി പെടണമെന്നറിയും. എന്നിട്ട് ആ ജീവിയെ അത് കൺട്രോൾ ചെയ്യും. ഇത്രയും വലിയ മനുഷ്യനെ കാഴ്ച നമുക്ക് ഒക്കെ അല്ല, കണ്ണിന് കാണാൻ കഴിയാത്തൊരു സാധനം നമ്മളെ നിയന്ത്രിക്കുന്നു. നമ്മൾ അതിനെ മനസ്സിലാക്കണില്ലാത്തതുകൊണ്ട് ഇവൻ ചുമ്മാ മണ്ടത്തരം പറഞ്ഞാന്ന് പറയും. ഇതിനേക്കാൾ സൂക്ഷ്മ ലോകത്തെ പറ്റിയിട്ടാണ് ഇപ്പം ഞാനീ പറയണത്. ഈ പ്രപഞ്ചത്തിൽ 14 ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ജന്മമുള്ള ഭാഗ്യമുണ്ടല്ലോ, അത് എനിക്കറിയാം, എന്നോട് അടുത്ത് നിൽക്കുന്നവർക്കറിയാം. ഞാനിങ്ങനെ മാജിക് ഒന്നും കാണിക്കാത്തതുകൊണ്ട് ആ വിദ്യയുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇത് വെടിയുണ്ടേനെ തടഞ്ഞു നിർത്താനോ സ്വർണ്ണമാല എടുത്ത് കൊടുക്കാനോ റോൾസ് റോയ്സ് ഗാഡി ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനമല്ല അത്. എനിക്ക് എൻ്റെ ആത്മസുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. എനിക്ക് അനുഭവിക്കാൻ പറ്റും. ഞാൻ സോ ഹാപ്പിയാണ്. എൻ്റെ കണ്ണുകളിലെ തിളക്കം കാണണല്ലേ, ഈ തിളക്കം എൻ്റെ ഉള്ളിലുണ്ട്. കള്ളു കുടിച്ച് കിടക്കുമ്പോൾ എന്ത് തിളക്കമുള്ളത്? അവൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറക്കപ്പീച്ചോടെ ഇരിക്കും. എപ്പോൾ നോക്കിയാലും തലവേദന എടുക്കുക. ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞെന്താ, എനിക്ക് തലവേദനയാണെന്നാണ് പറഞ്ഞല്ലേ. ഞാൻ ചോദിച്ചു, ഈ ലൈറ്റും കൂടെ അടിക്കുമ്പോൾ ഇത്രയും തലവേദനയുള്ള വ്യക്തിക്ക് ഇത്രയും ഫ്രഷ് ആയിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. തലവേദനയുടെ റിഫ്ലക്ഷൻ എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. ഇല്ല, ഞാൻ വേർക്കുണ്ട്. അത് ഇവിടുത്തെ എൻ്റെ ബോഡിയുടെ ആ ഫ്രഷ്നെസ്സോ എൻ്റെ തലവേദനയോ എന്നെ ബാധിക്കണില്ല. നിങ്ങൾ വരണ്ടാന്നാ പറഞ്ഞ തലവേദന എടുക്കുകയാണെങ്കിൽ. ഗുരുജി വരണ്ട, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എടുക്കണ്ടാന്ന്. ഞാൻ എത്ര ഭംഗിയായിട്ടായിരിക്കണേന്ന് നോക്കും. തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കില്ല. ഈ ആൾ ദൈവങ്ങൾ, ആൾ ദൈവവും മനുഷ്യനും, ഇത് ശരിക്കും ഒരു കോൺസെപ്റ്റ് എന്താണ്? ഇത് എങ്ങനെയാണ് ഒരു ആൾ ദൈവം ഉണ്ടാകുന്നത്? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നോക്ക്, ഇത് പണ്ട് ഗുരുക്കന്മാർ ആൾ ദൈവങ്ങളെ പറ്റിയിട്ടൊരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകം ഒന്ന് പോയിട്ട് വായിച്ചു നോക്ക്. ഇതെങ്ങനെയാണ് ആൾ ദൈവം ഉണ്ടാവണമെന്ന് മനസ്സിലാവും. ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തവൻ അങ്ങായി മാറും. പണിയുള്ളപ്പല്ലേ, ഒരു പണിയും ചെയ്യണ്ട. ഞാനൊരു പണി ചെയ്യാണ്ടിരിക്കുകയല്ല. നിങ്ങൾ എൻ്റെ ആശ്രമത്തിൽ ഒന്ന് വന്ന് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവിടെ എന്താ ചെയ്യണമെന്ന്. ഒരു ദിവസത്തിൽ 6-7 മണിക്കൂർ ധ്യാനിക്കും. നിങ്ങൾക്ക് 1 മണിക്കൂർ എവിടെയെങ്കിലും അടങ്ങി ഒങ്ങിയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ധ്യാനം. എനിക്ക് കിട്ടുന്ന പുസ്തകത്തിലൂടെയല്ല അറിവ്. എനിക്ക് അറിവ് കിട്ടുന്നത് ഗൂഗിളിൽ കൂടെയല്ല, ഞാൻ ധ്യാനത്തിലൂടെയാണ് നേടിയെടുക്കുന്നത്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ധ്യാനിക്കുന്നത്. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള വ്യക്തികളുമായിട്ട് സംവദിക്കണം. നിങ്ങളെപ്പോലെ പ്രശ്നവുമായിട്ട് വരുന്ന വ്യക്തികൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ റിസർച്ച് ടീമുമായിട്ട് ഞാൻ സംവദിക്കണം. അതിനുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതെനിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഇവിടെ നൽകിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ അതിനകത്താണ് സന്തോഷം കണ്ടെത്തുന്നത്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ച് വെച്ച് ചരട് കെട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുമൊന്നുമല്ല. അപ്പം ഞാൻ ആൾദൈവമല്ല. പക്ഷേ എന്നെ നിങ്ങൾ രാവിലെ 4:30 ഞാൻ ഗുരുജി ആൾദൈവം ആണെന്നല്ല അല്ല ഞാൻ പറയത്. എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞല്ലേ നല്ലത്, മറ്റുള്ളവരെന്തോ ആവട്ടെ. അല്ല, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരം രീതികൾ വരുമ്പോഴാണ് ഞാൻ അങ്ങയോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക,
സനാതന ധർമ്മത്തിലാണോ ആൾ ദൈവം കൂടുതലുള്ളത്, അന്യമതത്തിലാണോ? എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ ഇതിനെ മാത്രം ടാർഗറ്റ് ചെയ്യണേ? കൂടുതൽ അമ്പുകളെല്ലാം വന്നു കൊള്ളുന്നത് നമുക്ക്. കാരണം എന്താണെന്നറിയോ? അവിടെ ഉള്ളത് കള്ളാന്ന് അവർക്ക് തന്നെ അറിയാം. ഇവിടെ കള്ളമാണോ സത്യമാണോ എന്ന് അവർക്കൊരു ചെറിയ സംശയമുണ്ട്. അതാണ് ആ സംശയം ദൂരീകരിക്കാനായിട്ട് ഭയങ്കര ഉള്ളിൽ തിക്കലാണ്. നമ്മളൊന്ന് അടുത്ത വീട്ടിലൊരു ബെൻസ് കാർ വന്നാൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ല. ആ ബെൻസ് ആരുടെയാണെന്ന് അറിയണം, ഇല്ലേ? അത് അവിടെ ആരോ വന്നതാന്ന് പറയുമ്പോൾ ശാന്തമായി. അവർ വാങ്ങിയില്ലല്ലോ, ഇല്ലേ? ഒരു സനാതനധർമ്മി അവൻ എന്തോ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് സംശയം, എടാ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഒന്നാമത്തെ സനാതനധർമ്മത്തിൽ എന്തോ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അതിനെ ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പല ചേഷ്ടകളും ഒപ്പിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് അനേകം ഈ പാസ്റ്റർമാരും അല്ലെങ്കിൽ ആളുകളും മയിൽപ്പീലി കൊണ്ട് തല്ലലും വേറെ എന്തെങ്കിലും കാണിക്കലും കസേരയിൽ നിന്ന് എണിറ്റ് നടക്കലും. ഇതൊന്നും ഇതിൻ്റെ റിസൾട്ട് അല്ലാതെ ഞാനിതിൻ്റെ ഏറ്റവും പരമോന്നത തലത്തിൽ എന്താണോ ഒരു ആത്മീയതയിൽ ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റണത്, അതിൻ്റെ ഏറ്റവും പരമോന്നത തലമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ആ ബ്രഹ്മജ്ഞാനം നേടിയിട്ട് സന്തോഷമായൊരു ഗൃഹസ്ഥനായിട്ട് ഞാൻ ജീവിക്കുകയാണ്. എനിക്ക് വല്ല കൊമ്പ് കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ വന്ന വണ്ടി കണ്ടില്ലേ? ഒരു മനുഷ്യനും ഉപയോഗിക്കാത്ത, എക്കാലത്ത് ഉപയോഗിക്കാത്ത ഒരു കൊച്ചു വണ്ടിയിലാണ്. നമുക്ക് എ ടു ബി പോയിൻ്റ് ട്രാവൽ ചെയ്യാൻ എന്താണോ ആവശ്യം അതേ നമുക്ക് ആവശ്യമുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ബെൻസ് കാറ് തരാൻ കഴിവുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ വോൾവോ കൊണ്ടുവന്ന് ഇട്ട് തന്ന് ഗുരുജി ഉപയോഗിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ എന്താണോ സമൂഹത്തോട് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്. തീർച്ചയായും. ഞാൻ റോൾസ് റോയ്സ് കൊണ്ട് നടന്നിട്ട് എനിക്ക് സമൂഹത്തിനൊന്നും കാണിക്കാനില്ല. ഞാൻ എളിമയോടുകൂടി തന്നെ ജീവിച്ചുകൊണ്ട് എനിക്ക് സമൂഹത്തോട് ഒത്തിരി കാണിക്കാനുണ്ട്. കാരണം എളിമയിൽ ജീവിക്കാനാണ് മനുഷ്യന് അറിയില്ലാത്തത്. അതുതന്നെയാണോ നമ്മുടെ ഗുരുക്കന്മാരെല്ലാം നമ്മളെ? 100%. അത് പലപ്പോഴും മാറുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അമ്പുകൾക്ക് ഏൽക്കേണ്ടി വരുന്നത്. ആണ്. ഇന്നിപ്പം ഞാൻ പറയുമ്പോഴും ഈ ഇരിക്കുന്ന ഈ കേൾക്കുന്ന സകല വ്യക്തികൾക്കും രണ്ട് തരത്തിലാണ് മനസ്സിൽ തോന്നുന്നത്. ഈ പറഞ്ഞ കക്ഷി എന്തോ സത്യമുണ്ട് കേട്ടോ, ഇത് ചുമ്മയാണ്. രണ്ടഭിപ്രായം. ചുമ്മാ സമർത്ഥിക്കുന്നവർ മാറി നിന്നിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരും. അവനിതിനെ പുല്ല് വില പോലും കൽപ്പിക്കില്ല. ഞാൻ എത്രയോ എക്സാമ്പിൾ നിങ്ങൾക്ക് എടുത്തു തരാമെന്നറിയോ? 2.5 വർഷം മുമ്പ് എന്നെ ചീത്ത വിളിച്ച മനുഷ്യൻ, അവൻ ഒരിക്കലും വിചാരിച്ചില്ല 2.5 വർഷം കഴിഞ്ഞ് അവൻ വരുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ഫോൺ മാറിയിട്ടില്ലായിരുന്നു. എൻ്റെ അന്നത്തെ അതേ ഫോണാണ് ഇപ്പോഴും കയ്യിലിരിക്കുന്നത്. ഒരു കുഞ്ഞു ഫോണല്ലേ നിങ്ങൾ കണ്ടത്? എൻ്റെ വാട്സാപ്പിൽ അവൻ തെറി വിളിച്ച വോയിസ് ഉൾപ്പെടെ അവിടെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ടെക്നോളജി നന്നായിട്ട് അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാത്തിൻ്റെയും ബാക്കപ്പ് ഇരിപ്പുണ്ട്. അപ്രതീക്ഷിതമായിട്ട് പോയാലല്ലാതെ. ഇയാൾ 2.5 വർഷം കഴിഞ്ഞ് ഒരു കറക്കൊക്കെ കറങ്ങി ഇതൊക്കെ കഴിഞ്ഞ് ഒരു രക്ഷയില്ലാണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ആളെ പോലെ നമ്മുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒരാളല്ല, അനേകമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒന്നും അറിയാത്ത പോലെ അയാൾ വോയിസ് വിട്ടിരിക്കുകയാണ്. ഗുരുജി നമസ്തേ, ഞാൻ അങ്ങയുടെ ഓഡിയോ കണ്ടിരുന്നു, അല്ലെങ്കിൽ വീഡിയോ കണ്ടിരുന്നു. എനിക്ക് അങ്ങയുടെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും ഭയങ്കര ഇഷ്ടമായി. അങ്ങയെപ്പോലുള്ള ഗുരുക്കന്മാരെ കണ്ടെത്താൻ എത്രയോ കഷ്ടപ്പാടാണെന്നറിയാവോ. എനിക്ക് അങ്ങയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്? അയാളുടെ മെസ്സേജ് വരുമ്പോൾ നമ്മൾ അറിയണില്ല, അയാൾക്കൊരു റിപ്ലൈ ഓട്ടോമാറ്റിക്കലി പോയി. ഇതിൻ്റെ ബാക്കിലേക്ക് ഞാൻ നോക്കുമ്പോഴാണ് ഇയാൾ 2.5 വർഷം 3 വർഷം മുമ്പ് കുറേ സാധനം വിട്ടിട്ടുണ്ട്. ഞാൻ ബാക്കിലേക്ക് പോയിട്ട് ഓർഡറിന് ഓടിയാൽ മറ്റവനെ ഇങ്ങനെയാണോ കൊച്ചിനെ വളർക്കണേ? നീ ആരെ പറ്റിക്കാനാണ് ജീവിക്കണേ? തന്നെ തൊഴിലെടുത്ത് ജീവിച്ചു. ഈ ഡയലോഗ് പറഞ്ഞ കക്ഷിയാണ് ഈ വിട്ടേക്കണത്. പുള്ളിയുടെ ഉള്ളിൽ തോന്നിയൊരു പരിവർത്തനോ? സാഷ്ടാംഗ പ്രണാമം. കുടുംബസമേതം വന്ന് പരിവർത്തനം ഉണ്ടായി. പിന്നെന്താ വേണ്ടേ? ശവക്കറി ഉപേക്ഷിച്ചു. അന്ന് പറഞ്ഞ വാക്കെന്നാന്നറിയാം? നിനക്ക് ആരുടെ ധൈര്യം തന്നത് ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥത്തിന് ശവക്കറി എന്ന് വിളിക്കാമെന്ന്? പിന്നെ ശവം തിന്നോന് ശവത്തിൻ്റെ കറീനെ ശവക്കറി എന്നല്ലാണ്ട് പിന്നെ എന്തെന്നാ പറയണേ?